കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കവിത എന്ന സുന്ദരിയായ ഒരു യുവതി താമസിച്ചിരുന്നു. അവളെ അറിയാവുന്ന എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു ദാരുണമായ അപകടത്തിൽ അവളുടെ ജീവിതം അവസാനിച്ചു. ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്ന കവിത ബസ്സിടിച്ച് തൽക്ഷണം മരിച്ചു. അന്നു മുതൽ വെള്ള സാരിയുടുത്ത് അപകടം നടന്ന വഴിയിലൂടെ നടന്നു പോകുന്ന കവിതയുടെ പ്രേതം അവളുടെ നഷ്ടപ്പെട്ട ജീവിതത്തിനായി തിരയുകയാണെന്ന് വിശ്വസിച്ചു പറഞ്ഞു. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണെന്ന് വിശ്വസിച്ചു. കൊടുങ്കാറ്റുള്ള ഒരു രാത്രി ഒരു കൂട്ടം സുഹൃത്തുക്കൾ വീട്ടിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്നു. വഴിയരികിൽ കവിതയുടെ പ്രേതരൂപത്തെ അവർ കണ്ടു. അവർക്കിതൊരു ആത്മാവാണെന്ന് മനസ്സിലായിരുന്നില്ല. അവർ അവരുടെ കാർ നിർത്തി. അവരിൽ ഒരാൾ അവൾക്കൊരു ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ അവളുടെ അടുത്തെത്തിയപ്പോൾ കവിത വായുവിൽ അപ്രത്യക്ഷമായി. കൂട്ടുകാർ ഞെട്ടിത്തരിച്ചു. അവർ കഴിയുന്നത്ര വേഗത്തിൽ വണ്ടി ഓടിച്ച് അവിടെ നിന്നും പോവാൻ ആരംഭിച്ചു. പക്ഷേ താമസിയാതെ അവരുടെ കാർ തകർന്നു. അവർ സഹായത്തിനായി കാത്തിരിക്കുമ്പോൾ കാറ്റിലൊരു നേർത്ത മന്ത്രിക്കൽ അവൾ കേട്ടു. "നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്?" അന്നു മുതൽ ഗ്രാമത്തിൽ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. കവിതയുടെ നേർത്ത സ്വരം ആളുകൾ കേൾക്കാൻ തുടങ്ങി. ചിലർ സ്വപ്നങ്ങളിൽ അവളുടെ പ്രേതരൂപം കണ്ടു എന്ന് പറയുന്നു. കവിതയുടെ അകാല മരണത്തിന് നീതി തേടി അവളുടെ ആത്മാവ് അസ്വസ്ഥയാണെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു. വർഷങ്ങൾക്ക് ശേഷം കവിതയുടെ ആത്മാവിൻ്റെ രഹസ്യം പര്യവേക്ഷണം ചെയ്യാൻ ധീരരായ ഒരു കൂട്ടം പാരാനോർമൽ അന്വേഷകർ തീരുമാനിച്ചു. അവർ ഉപകരണങ്ങൾ സജ്ജീകരിച്ച് അവൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ കാത്തിരുന്നു. പെട്ടെന്ന് അവൾ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഭയത്താൽ മരവിച്ച അവർ നോക്കി നിൽക്കെ കവിതയുടെ രൂപം മാറാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ കൽക്കരി പോലെ കറുത്തു. ഒരിക്കൽ സുന്ദരിയായ അവളുടെ മുഖം ഒരു പേടിപ്പെടുത്തുന്ന വിചിത്ര ജീവിയുടെ മുഖം പോലെയായി. കവിതയുടെ ആത്മാവ് സത്യമാണെന്നും അവൾ ഉപദ്രവകാരിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. പക്ഷേ കവിതയുടെ പ്രേതത്തിൻ്റെ ഇതിഹാസം ഇന്നും നിലനിൽക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തികളുമായി വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് പോലെ.